അയോധ്യയിലെ പ്രതിഷ്ഠാ ദിനം അടുത്ത മാസം 22-നാണ്. രാജ്യം ഇതുവരെ കാണാത്ത അത്ര വലിയ ബൃഹത്തായ ചടങ്ങാണ് അവിടെ വിഭാവനം ചെയ്യുന്നത്. അതിനിടയിലാണ് ചടങ്ങിലേക്ക് പ്രമുഖ പാർട്ടി നേതാക്കളേക്ക് ക്ഷണിക്കുന്ന വാർത്തകൾ വന്നത്. അതാകട്ടെ ചില വിവാദങ്ങൾക്കും വഴിതെളിച്ചു. ഒപ്പം ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കുന്നതിനെ ചൊല്ലിയുള്ള ചില വാക്പോരുകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രേക്ഷകരും കണ്ടിട്ടുണ്ടാകും. ഇതിനോടൊക്കെ ഈ രണ്ടിനോടുമുള്ള പ്രതികരണമായി വേണം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇന്നത്തെ വാക്കുകളെ കാണാൻ. മറ്റ് മതങ്ങളുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത് മതവിരുദ്ധമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് സൗഹാർദ്ദമാണ്. അതാണ് കേരളത്തിൻ്റെ പാരമ്പര്യം. മമ്പുറം തങ്ങൾ ഉൾപ്പെടെ മറ്റു മതവിഭാഗങ്ങളുമായി സൗഹൃദം നിലനിർത്തിയതാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞ കാര്യം, രാമക്ഷേത്ര പ്രതിഷ്ഠാദിന ചടങ്ങിന് പോകുന്ന കാര്യത്തിൽ കോൺഗ്രസ് തന്നെയാണ് മറുപടി പറയേണ്ടതെന്നുമാണ്. ആഘോഷത്തിൽ പങ്കെടുക്കുന്നതും സംസ്കാരം പകർത്തുന്നതും വ്യത്യാസമുണ്ടാകും. മറ്റു സമുദായങ്ങളുടെ സംസ്കാരം ഇങ്ങോട്ട് പകർത്തൽ ആവശ്യമില്ല. അതേസമയത്ത് ആഘോഷങ്ങളിൽ സൗഹൃദം എപ്പോഴും നടന്നു വരുന്നതാണ്. അത് യാതൊരു തർക്കവും ഇന്നുവരെ ആരും പറഞ്ഞിട്ടില്ല. കഴിഞ്ഞു പോയ ആളുകൾ, മമ്പുറത്തെ തങ്ങൾ, കാതി തുടങ്ങിയ ആളുകളൊക്കെ ഇവിടെ വലിയ നേതാക്കളാണ്. ആ നേതാക്കളൊക്കെ അന്യമതക്കാരുമായി വളരെ സൗഹൃദത്തിൽ ജീവിച്ചിട്ടാണ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അതേസമയം പ്രതിഷ്ഠാദിന ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന നിലപാടിനോടുള്ള വിമർശനത്തിന്റെ മറുപടിയുമായി സീതാറാം യെച്ചൂരി ഇന്ന് രംഗത്ത് വന്നു. VHP നേതാവ് വിനോദ് ഭൻസലിനാണ് സീതാറാമിന്റെ മറുപടി. അയോധ്യ രാമക്ഷേത്രം ഉദ്ഘാടനത്തിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്നത് ഒരാളുടെ വ്യക്തിപരമായ കാര്യമാണ് എന്നും CPM പങ്കെടുക്കില്ല എന്നും യെച്ചൂരി പറഞ്ഞു. രാമക്ഷേത്ര നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ നിർഭേന്ദ്ര മിശ്രയും VHP നേതാവും പാർട്ടി ആസ്ഥാനത്തെത്തി തന്നെ വിളിച്ചിരുന്നു. പരിപാടിയിൽ പങ്കെടുക്കേണ്ട എന്നത് PB തീരുമാനമാണെന്നും യെച്ചൂരി വ്യക്തമാക്കുന്നു. രാമവിരുദ്ധമാണ് യെച്ചൂരിയുടെ DNA എന്നായിരുന്നു VHP നേതാവിന്റെ ആരോപണം. We have decided that we should not be participating in this because of the manner in which it's being politicized and violating the basic fundamental principles that are there in our constitution and the Supreme Court rulings. CPM ആ തീരുമാനമെടുത്തെങ്കിലും JDS പറയുന്നുണ്ട് അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കും. ക്ഷണം ലഭിച്ചുവെന്ന് HD കുമാരസ്വാമി അറിയിച്ചു. ചടങ്ങിൽ കുടുംബസമേതം പങ്കെടുക്കുമെന്നും അദ്ദേഹം പറയുന്നു. ശ്രീരാമ ജന്മഭൂമി ട്രസ്റ്റ് പ്രതിനിധികൾ ബംഗളൂരുവിലെത്തിയാണ് കുമാരസ്വാമി ക്ഷണിച്ചത്. HD ദേവഗൌഡയും ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്.